ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 16 2033 എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന മഹാജൂബിലി വത്സരം 2033 അതിനെതിരേൽക്കാൻ നമ്മൾ ഒരു 9 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വചന പരമ്പരയിലാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പഴയ നിയമ വചനമാണ് ധ്യാനിക്കുന്നത്. അതിൽ 16ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണ് നമ്മൾ ധ്യാനത്തിന് വിഷയമായിട്ട് എടുത്തത്. 1-ാമത്തെ അധ്യായം. അതിൽ 4ാമത്തെ സൃഷ്ടി, 4 ദിവസത്തെ സൃഷ്ടി, 4ാമത്തെ സൃഷ്ടിയല്ല, 4 ദിവസത്തെ സൃഷ്ടി, ഉൽപ്പത്തി 1:14 മുതൽ 19 വരെ. ആ വചനം വായിക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു 2-3 കാര്യങ്ങളും സൂചിപ്പിക്കട്ടെ. ചൊവ്വാദോഷമുള്ള പെണ്ണാണ്, ചൊവ്വാദോഷമുള്ള ചെറുക്കനാണ്. അതുകൊണ്ടാണ് അവളുടെ കെട്ടിയവൻ ചത്തുപോയത്, അവൻ്റെ ദാമ്പത്യം തകർന്നു പോയത്. ചൊവ്വ മാരകത്വമുള്ള ഗ്രഹമാണ്, ചൊവ്വ പാപമുള്ള ഗ്രഹമാണ്. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിപരീത ദിശയിൽ പറയാണ്. അങ്ങനെ മുഴുവൻ പറയാൻ പറ്റില്ല. ചൊവ്വ സ്വത്വ ഗുണമുള്ള പ്രധാനിയാണ്, ചൊവ്വ ഈശ്വരിയുടെ ഗ്രഹമാണ്. അപ്പം അങ്ങനെ ചൊവ്വാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശനിദശ, കണ്ടകശനി ഇല്ലേ. അങ്ങനെ കണ്ടകശനി കൊണ്ടേ പോകൂ. കണ്ടകശനി മാറാനായിട്ട് ശനിദേവനെ ആരാധിക്കണം. നവഗ്രഹ പ്രതിഷ്ഠയിൽ ക്ഷേത്രങ്ങളിൽ ശനീശ്വര പൂജ ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ തമ്മിൽ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ചൊവ്വ ഇല്ലേ, ഗ്രഹത്തെ ഒരു ദേവൻ, ഉഗ്ര രൂപിയായിട്ടുള്ള ദേവനായി സങ്കല്പിക്കുക. അതുപോലെ ശനീശ്വരൻ എന്ന് പറയുന്ന ദേവനായിട്ട് ശനി ഗ്രഹത്തെ സങ്കല്പിക്കുക. സൂര്യനെ ഭഗവാനായി സങ്കല്പിക്കുക. പിന്നെ ചന്ദ്രനെ മംഗളദേവിയായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അക്കാലത്ത് ഈ പ്രാചീന ലോകത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട, പണ്ടും ഇപ്പോഴും അതിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് പറയാണ്, എഴുതപ്പെട്ട ആ തിരുവചനങ്ങളിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി 1:14-19. ദൈവം വീണ്ടും കൽപ്പിച്ചു, രാത്രിയിൽ നിന്ന് പകലിനെ വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശഗോളങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായി നിൽക്കട്ടെ. ഋതുക്കളും ദിനങ്ങളും സംവത്സരങ്ങളും കുറിക്കാനും അവ ഉപകരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നിയന്ത്രിക്കാൻ വലുത്, രാത്രിയെ വാഴാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. ഋതുക്കളും ദിനങ്ങളും സംവത്സരങ്ങളും കുറിക്കാനും, അതായത് ഇസ്രായേലിന്റെ കാർഷിക സംസ്കാരത്തെയും ആരാധനക്രമ സംവത്സരം നിയന്ത്രിച്ചിരുന്നത് സൗരപഞ്ചാംഗം, സൂര്യപഞ്ചാംഗവും ചാന്ദ്രപഞ്ചാംഗവുമായിരുന്നു. ചാന്ദ്രം എന്ന് വെച്ചാൽ ചന്ദ്രൻ. അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ, പഞ്ചാംഗം വെച്ചാൽ കലണ്ടർ, ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ. ഇപ്പം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറാണ് സ്ത്രീകൾ അവരുടെ ശരീരത്തിലുള്ളത്. അവരുടെ ആർത്തവ ചക്രം എന്ന് പറയുന്നത് 28 ദിവസമാണ്. ഒരു ചാന്ദ്രമാസത്തിലുള്ളത്, ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള മാസത്തിലുള്ള 28 ദിവസമാണ്. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നാണ്. അതിപ്പോൾ ആൾക്കാർ പറയാ 10 മാസം എന്നല്ലേ 9 മാസം ഉള്ളതെന്നാണ് പറയണം. 9 മാസം 9 ദിവസം. അത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. സ്ത്രീകൾ 10 മാസം തന്നെയാണ് ഗർഭത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത്. കാരണം 250 ദിവസമാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ, 28 ദിവസമാണ് ചാന്ദ്രമാസത്തിൽ. സ്ത്രീകളുടെ ആർത്തവചക്രം 28 ദിവസത്തെയാണ്. അപ്പോൾ 28 × 10 250. അപ്പോൾ 10 മാസം തന്നെയാണ് സ്ത്രീ അവളുടെ ഗർഭത്തിൽ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. സൗരപഞ്ചാംഗം, സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള പഞ്ചാംഗം വെച്ച് നോക്കുമ്പോഴാണ് ഈ 9 മാസവും 9 ദിവസം എന്നൊക്കെ പറയണേ. ഈ സ്ത്രീകൾ അവർ ശരീരത്തിൽ കൊണ്ട് നടക്കുന്ന പഞ്ചാംഗം എന്ന് പറയുന്നത്, കലണ്ടർ എന്ന് പറയുന്നത് ചാന്ദ്രപഞ്ചാംഗമാണ്. അതുകൊണ്ടാണ് ഋതുക്കളും ദിനങ്ങളും സംവത്സരങ്ങളൊക്കെ കുറിക്കാൻ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇസ്രായേലിന്റെ കാർഷിക സംസ്കൃതി, ആരാധനക്രമ സംവത്സരം അതൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഈ സൂര്യപഞ്ചാംഗവും ചാന്ദ്രപഞ്ചാംഗവുമാണ്. സങ്കീർത്തനം 104:19, ഹോസിയ 2:11, ഗലാത്യ ലേഖനം 4:10, കത്തോലിക്ക സഭയുടെ മതബോധനം 347. ഭൂമിയുടെ ഫലപുഷ്ടിക്കും ഋതുക്കളുണ്ട്. നമ്മൾ പറയല്ലോ തിരുവാതിര, ഞാറ്റില എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്കിലും 1-ാം ദിവസമാണ് പ്രകാശത്തെ ദൈവം സൃഷ്ടിച്ചത്. 1-ാം ദിവസം, ആദ്യത്തെ ദിവസം. 4-ാം ദിവസമാണ് ആ പ്രകാശത്തെ ഗോളങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നത്. പ്രകാശത്തെ സൃഷ്ടിച്ചത് 1-ാം ദിവസമാണ്. ആ പ്രകാശത്തെ ഗോളങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നത് 4-ാം ദിവസമാണ്. ഇസ്രായേൽക്കാർ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന കാനാന്യര്
നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെ സൂര്യഭഗവാൻ, മംഗളദേവി, ചന്ദ്രൻ, ചൊവ്വ ഇല്ലേ, ചൊവ്വ ദോഷം, ചൊവ്വ എന്ന ഗ്രഹത്തെ അസുരനായി കാണുന്നതിൽ നിന്ന് വരുന്ന ഒരു സങ്കല്പമാണിത്, ചിന്തയാണിത്, അന്ധവിശ്വാസമാണിത്. ഇങ്ങനെ പേരിട്ട് ആകാശഗോളങ്ങളെ ദേവി ദേവന്മാരായി സങ്കല്പിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. ഇല്ലേ, ശനീശ്വരനെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. സൂര്യഭഗവാനെ ആരാധിക്കുക, സൂര്യഭഗവാന് ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള കാലത്ത് ആണ് ഇത് എഴുതപ്പെടുന്നത്. അപ്പോൾ ഈ മോശ എന്ന പ്രവാചകൻ പറയാണ്, ഈ ആകാശഗോളങ്ങളെ ദേവീദേവന്മാരായി ഇങ്ങനെ സങ്കല്പിച്ച് അവയെ ആരാധിക്കുന്നത് ശരിയല്ല. ജ്ഞാനഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട് 13:2-3. അവ പ്രകാശഗോളങ്ങൾ മാത്രമാണെന്നും അവ ദേവീദേവന്മാരല്ലെന്നും അവ ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണെന്നും സൃഷ്ടികൾ ആരാധിക്കരുതെന്നും സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും പഠിപ്പിക്കുകയാണ്. അതാണ് മോശ എന്ന ഈ നിയമകർത്താവ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ രചയിതാവ് പറയുന്നത്. നിയമാവർത്തനം 4:19 അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ സൂര്യൻ എന്ന പേര് പോലും മോശയെ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ചന്ദ്രൻ എന്ന നാമം ഉപയോഗിക്കുന്നില്ല. പകലിനെ നയിക്കാനായിട്ട് വലിയ ദീപം, രാത്രിയെ നയിക്കാനായിട്ട് ചെറിയ ദീപം എന്നേ പറയൂ. ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങൾ എന്നൊക്കെയാണ് ബൈബിൾ അവയെ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തെ സവിശേഷമായി ആരാധിക്കാനുള്ള തിരുനാൾ ദിനങ്ങൾ നിശ്ചയിക്കുന്ന ആരാധനക്രമ പഞ്ചാംഗം രൂപപ്പെടുത്തുന്നതിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒക്കെ പങ്കുണ്ട്. ആഘോഷങ്ങളും തിരുനാളും മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. അത് വേണം. എഴുന്നേൽക്കാനും ഉറങ്ങാൻ പോകാനും ഭക്ഷണം കഴിക്കാനും ജോലിക്ക് പോകാനും സമയം നിശ്ചയിക്കുന്ന ശിക്ഷണങ്ങളില്ലാതെ മനുഷ്യജീവിതമില്ല. മാത്രമല്ല സൂര്യൻ ഉദിക്കുന്നു സൂര്യാസ്തമിക്കുന്നു എന്ന് പണ്ട് പഠിപ്പിച്ചുവെന്നും അതൊക്കെ തെറ്റായിരുന്നുവെന്നും മാഷുമാർക്ക് തെറ്റുപറ്റിയെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് മുഴുവൻ അങ്ങ് ശരിയല്ല. ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. ഇതുവരെ ഈ ബ്രഹ്മാണ്ടത്തിൽ ജീവനുള്ള ഏകഗ്രഹം ഭൂമിയാണ്, മനുഷ്യനുള്ള ഏകഗ്രഹം ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടില്ല ആവശ്യത്തിന്. അപ്പോൾ ശാസ്ത്രം പറയുന്ന പോലെ സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, അതുകൊണ്ട് ടീച്ചർമാർ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് പഠിച്ചാൽ പഠിപ്പിച്ചാൽ ശരിയാകില്ല. ശാസ്ത്രം ഇപ്പം ഇന്ന് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഈലിയ പ്രഘോഷ് എന്ന് പറഞ്ഞിട്ട് നോബൽ സമ്മാനം കിട്ടിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നത് ശാസ്ത്രം ഇന്ന് അങ്ങനെയല്ല പഠിപ്പിക്കും. സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. സൂര്യ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, എന്നാൽ സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, രണ്ടും ശരിയാണെന്നാണ്. ഇതിനാണ് പാരഡോക്സ് എന്ന് പറഞ്ഞത്, വിപരീത സത്യം. പ്രത്യക്ഷത്തിൽ കാണുന്നത് മാത്രമല്ല യാഥാർത്ഥ്യം, അതിനപ്പുറത്തുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. ഒരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. എന്നാൽ ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങാൻ പോകുന്നത് സൂര്യ അസ്തമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. എഴുന്നേൽക്കുന്നത് സൂര്യോദയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ആരോഗ്യം, അതെല്ലാം സൂര്യോദയം സൂര്യാസ്തമയമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണമെങ്കിൽ സൂര്യോദയം സൂര്യാസ്തമയം വേണം. ഓക്സിജൻ അതിന് ജീവൻ നിലനിർത്താൻ. അപ്പോൾ സൂര്യോദയം ഇല്ല, സൂര്യാസ്തമയം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടില്ല എന്നർത്ഥം. ഇത് പറയാനുള്ള ആൾ പോലും ജീവിച്ചിരിപ്പുണ്ടാവില്ല. അപ്പോൾ ഈ സൂര്യചന്ദ്രാദികളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. എങ്കിലും അവയൊന്നും ദൈവമല്ല. അതൊന്നും ദൈവമല്ല. അതുകൊണ്ട് സത്യദൈവത്തോടുള്ള ആരാധന ഈ ആകാശഗോളങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് സൂര്യൻ എന്ന പേര് പോലും പറഞ്ഞിട്ടില്ല. പകലിനെ നയിക്കാൻ വലിയ ഗോളം, വലിയ ദീപം, രാത്രി നയിക്കാൻ ചെറിയ ദീപം അല്ലെങ്കിൽ ചെറിയ ഗോളം, ചന്ദ്രന്റെ വാക്കും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരിക്കുന്നത് പിന്നീടൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറയാതിരിക്കുന്നത് അവ ദേവന്മാരല്ല എന്ന് വ്യക്തമായി സൂചന നൽകാനാണ്. സത്യദൈവത്തുള്ള ആരാധനയിൽ ഈ ആകാശഗോളങ്ങൾ പങ്കെടുക്കുന്നതായിട്ടാണ് ബൈബിൾ പറയണേ. ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ അവ ക്ഷണിക്കുന്ന രീതി ഉടലെടുത്തതും നാം കാണുന്നുണ്ട്. സൂര്യനെ ചന്ദ്രനെ ദൈവത്തെ സ്തുതിക്കാൻ വായോ എന്നൊക്കെ പറയുന്നുണ്ട്. സങ്കീർത്തനം 103:21, 148:2-3, ദാനിയേല് 3:62-63. അപ്പോൾ സത്യദൈവമായ യാഹ്വയെ ആരാധിക്കാൻ ഈ ആകാശഗോളങ്ങളും പങ്കെടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പ്രകൃതിയോട് ചേർന്നാണ് നമ്മൾ സത്യദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത്. ഈ പ്രകൃതിയോട് ചേർന്നാണ്. പിന്നീട് 1225 അസീസിലെ ഫ്രാൻസിസ് സൂര്യഗീതം എന്ന കവിതയിൽ ഇങ്ങനെ കുറിച്ചിട്ടു: എൻ സഹോദരൻ സൂര്യനും എൻ സഹോദരി പൗർണമിയും. സൂര്യഭഗവാൻ, മംഗളദേവി എന്നൊന്നും അല്ല. എൻ്റെ സഹോദരനാണ് സൂര്യൻ, എൻ്റെ സഹോദരിയാണ് പൗർണമി. അവരോട് ചേർന്നാണ് ഞാൻ സത്യദൈവത്തെ ആരാധിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് ആരാധിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന. നമ്മുടെ വീടുകളൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എറണാകുളത്തെ വീടുകളും നിങ്ങൾ രൂപം വെച്ചിരിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന തരത്തിലല്ലേ.
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീടുകളിൽ, കത്തോലിക്ക വീടുകളിൽ, സുറിയാനി കത്തോലിക്ക വീടുകളിൽ പ്രത്യേകിച്ചും കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന തരത്തിലല്ലേ പ്രാർത്ഥന മുറിയിൽ രൂപം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുതിയ വീട്, ലേറ്റസ്റ്റ് വീടുകളും ഫ്ലാറ്റുകളും എനിക്ക് അറിഞ്ഞുകൂടാ, പഴയ വീടുകളൊക്കെ അങ്ങനെയായിരിക്കും. കാരണം ഒന്ന്, ദൈവം മനുഷ്യനായി അവതരിച്ചു ഒരു പ്രദേശത്ത്, ഒരു സമയത്ത്. ആ ചരിത്ര സംഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. അതുതന്നെയാണ് സൂര്യോദയത്തിൻ്റെ ദിശ. അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് ഈ മനുഷ്യാവതാരത്തിലേക്ക് തിരിഞ്ഞ്, ഉത്ഥാനത്തിലേക്ക് തിരിഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കാൻ ഏറ്റവും പറ്റിയ ദിശ കിഴക്കാണ്. മറ്റു ദിശകളൊക്കെ മോശമായിട്ടൊന്നുമല്ല, പക്ഷെ മറ്റൊരു ദിശയ്ക്കും ഇത്രമാത്രം പ്രാധാന്യമില്ല. ഈ എല്ലാ സംഗതിയിലും യോജിച്ച് വരുന്ന ദിശയില്ല. അതുകൊണ്ട് ലിറ്റർജിയുടെ ദിശ കിഴക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ സൂര്യനോട് ചേർന്ന്, ചന്ദ്രനോട് ചേർന്ന് ഏകസത്യദൈവത്തെ ആരാധിക്കുക. എൻ സഹോദരൻ സൂര്യനും എൻ സഹോദരി പൗർണമിയും ഒക്കെ സത്യദൈവത്തെ ആരാധിക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, സൂര്യഭഗവാൻ ഒരു ഭഗവാനല്ല. മംഗളദേവി എന്ന് പറഞ്ഞ ചന്ദ്രൻ ദേവിയല്ല. ചൊവ്വ ഒരു ഗ്രഹമാണ്. ഈ ഗ്രഹങ്ങളുടെ ഇപ്പോൾ സൂര്യഗ്രഹണം ഉള്ളപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ചന്ദ്രഗ്രഹണം ഉള്ളപ്പോൾ നമുക്ക് ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവയൊന്നും ദേവന്മാരോ ദേവിമാരോ അല്ല. നമ്മളിങ്ങനെ ഈ സകല ഈശ്വരന്മാരെ, ഭഗവാനെ എന്നെല്ലാം കാണുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഏകസത്യ ദൈവത്തിന് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മളോട് തന്നെ പറയണം. അങ്ങനെ ചെയ്യുന്ന സഹോദരന്മാരും നമ്മൾ വെറുക്കൊന്നും വേണ്ട, പക്ഷെ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അതൊന്നും ദേവനോ ദേവിയോ ഒന്നും അല്ല, സത്യദൈവത്തെ ആരാധിക്കേണ്ട അവയും കൂടി ക്ഷണിക്കുക എന്ന് നമ്മൾ അവരോട് സുവിശേഷം പ്രഘോഷിക്കുകയും വേണം. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.